നല്ലൊരു പ്രസംഗം അവതരിപ്പിക്കാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ പറയുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ എൽദോസ് ചാൻ തന്നെ ആയിക്കോട്ടെ. എൽദോസ് ചാനെ ഇന്നത്തെ പ്രസംഗ വേദിയിലേക്ക് എബനേസർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. 15 minutes ആണ് എൽദോസ് ചാൻ കേട്ടോ. ഒരു മിനിറ്റ് ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്യാണ്. ഇത് ഞാനൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഞാൻ വീഡിയോ ഓഫ് ആക്കുവാണ് കുറച്ച് നേരത്തിന്. എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? കേൾക്കാം. സ്തോത്രം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയില് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ജോൺലി സാറ്, പ്രിയ അബു സാറ്, കുടുംബം, എൻ്റെ സഹപാഠികളും വിദ്യാർത്ഥികളുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ പ്രസംഗശാസ്ത്രം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കട്ടെ. പ്രിയ സുജ റെജി സിസ്റ്റർ വായിക്കണം. സങ്കീർത്തനം 144, 3 വാക്യങ്ങളേ ഉള്ളൂ. അല്ലയോ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊരു ആരോഹണ ഗീതമാണ്. ഹെഡിങ്ങിൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും. ആരോഹണ ഗീതത്തിൽ ഇത് അവസാനത്തേതാണ്, ആരോഹണ ഗീതവുമാണ്. ഇതിനു മുമ്പുള്ള ആരോഹണ ഗീതങ്ങളൊക്കെ ദാവീദിൻ്റെതായതിനാൽ ഇതും ദാവീദിൻ്റെതാണെന്ന് കരുതുന്നു. യെരൂശലേം ദേവാലയത്തിൽ ആരാധനയ്ക്കും യാഗാർപ്പണത്തിനുമായി വന്ന തീർത്ഥാടകര് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ തീർത്ഥാടകർ ദൈവാലയത്തിൽ നിൽക്കുന്ന കാവൽക്കാരോടും ലേവ്യരോടും പുരോഹിതന്മാരോടും പറയുന്നതും അവർ തിരിച്ച് മടങ്ങിപ്പോകുന്ന തീർത്ഥാടകരായിരിക്കുന്ന വ്യക്തികളോട്, ആ സംഘത്തോട് പ്രത്യുത്തരമായി പറയുന്നതുമാണ് സന്ദർഭം. മടങ്ങിപ്പോകുന്ന തീർത്ഥാടക സംഘങ്ങളിൽ അങ്ങ് വടക്ക് ഗലീലയിൽ നിന്നുള്ളവരൊക്കെ ഉണ്ടല്ലോ. അവർ വന്നിട്ട് 2-3 ദിവസങ്ങളായതും ഒരാഴ്ചയായതൊക്കെ ഉണ്ട്. ഇസ്രായേലിന്റെ പെരുന്നാളുകള് ആണ്ടിൽ 3 പ്രാവശ്യമാണ്. 1-ാം മാസം, 3-ാം മാസം, 7-ാം മാസം. ഇതെല്ലാം ഒരാഴ്ചത്തെ പെരുന്നാളുകളാണ്. 1-ാം മാസം 3 പെരുന്നാൾ ഒരാഴ്ചയും കൊണ്ട്, 3-ാം മാസം ഒറ്റയ്ക്കൊരു പെരുന്നാള്, 7-ാം മാസം 3 പെരുന്നാള്. ഇതെല്ലാം ഓരോ ആഴ്ചകൾ കൊണ്ടാണ് തീരുന്നത്. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് യാഗം എല്ലാം കഴിഞ്ഞ് ഇവര് മടങ്ങിപ്പോകുന്ന വ്യക്തികള് ദേവാലയത്തിൽ നിൽക്കുന്നവരോടും ദേവാലയത്തിൽ നിൽക്കുന്നവർ മടങ്ങിപ്പോകുന്ന സംഘത്തോടും പറയുന്നതാണ് സന്ദർഭം. സന്ധ്യായാഗം കഴിഞ്ഞ് യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നൊക്കെ സ്തോത്രഗീതങ്ങളൊക്കെ, നന്ദി അർപ്പണവും സ്തോത്രങ്ങളൊക്കെ പാടിക്കൊണ്ട് അവർ യെരൂശലേം നഗരവാതിലിന് പുറത്തെത്തുമ്പോൾ ദേവാലയത്തിൽ ശുശ്രൂഷി നിൽക്കുന്നവരോട് പറയുന്ന സന്ദർഭമാണിത്. യഹോവയെ സ്തുതിക്കുന്നതിൽ മടുത്തു പോകാതെ ജാഗ്രതയോടെ നിത്യം തുടരണമെന്ന് അവർ പ്രോത്സാഹിപ്പിക്കുക. കാരണം രാത്രിയിലും പകലിലും യാഗാർപ്പണങ്ങളും സ്തോത്രഗാനങ്ങളും നന്ദി അർപ്പണങ്ങളും ഒക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ തിരിച്ച് ശുശ്രൂഷകന്മാരെ തീർത്ഥാടക സംഘത്തോട് യഹോവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊരു ആശംസാ വാക്ക് ഇവർ പറയുന്നു. സന്ധ്യായാഗം കഴിഞ്ഞ് സ്തോത്രഗാനങ്ങളുടെയും നന്ദി അർപ്പണങ്ങളുടെയും ഒക്കെ ഈ മുഴക്കം എല്ലാവരുടെയും കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. പാമോചനം പ്രാപിച്ചതിന്റെ സന്തോഷവും സംതൃപ്തിയും എല്ലാവരുടെയും മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അവരവരുടെ ജോലിയിൽ വാതിൽ കാവൽക്കാരും ലേവ്യരും
പുരോഹിതന്മാരും പടനായകനൊക്കെ അവരവരുടെ ജോലികളിൽ മുഴുകിയിരിക്കുക. അപ്പോൾ നന്ദിയാൽ ഹൃദയം തുളുമ്പുന്ന ദൈവഭക്തിയോടെ കാവൽക്കാരുടെയും ലേവ്യരുടെയും നേരെ തിരിഞ്ഞ് സഹോദര സ്നേഹവും പ്രാർത്ഥനയും അടങ്ങുന്ന ഒരു വിശുദ്ധ ഗാനം അവർ പാടുന്നു. അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകലദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവീൻ. അപ്പോൾ യഹോവ ഭക്തന്മാരായ കാവൽക്കാരും ലേവ്യരും പുരോഹിതന്മാരൊക്കെ തിരിഞ്ഞ് മംഗളഗാനമായി ഇങ്ങനെ പാടുന്നു. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കട്ടെ. എത്രയോ നല്ല സങ്കീർത്തനമാണെന്ന് നോക്കി. ദൈവം കൽപ്പിച്ചാക്കിയ ശുശ്രൂഷകൾ ചെയ്യുന്ന തന്റെ ദാസന്മാര് എത്രയോ ഭാഗ്യവാന്മാരാ. നാം നമ്മുടെ യാത്രാ സമയങ്ങളിലും ജോലി സമയങ്ങളിലും ദൈവത്തെ വാഴ്ത്തണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. പ്രത്യേക സമയമൊന്നും അതിനില്ല. ഏതു സമയത്തും വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി ദൈവത്തെ വാഴ്ത്തുകയും നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ പുരുഷന്മാരും ശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എപ്പോഴും ഏത് നേരത്തും സ്തോത്രം ചെയ്യണമെന്ന് ഫിലിപ്പ ലേഖനത്തിലും വായിക്കുന്നു. രാത്രിയിൽ മാത്രമല്ല പകലിലും നാം ദൈവത്തിന് നന്ദി പറയുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇവിടെ കാവൽക്കാരോട് രാത്രി കാലങ്ങളിൽ ഉറക്കം തൂങ്ങാതെ ഉണർവോടെ നിന്ന് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ വാഴ്ത്തണമെന്ന് നിർദ്ദേശിക്കുക ഈ മടങ്ങി പോകുന്ന യാത്രക്കാര്, മടക്കയാത്രക്കാര്. അപ്പോൾ അവർ തിരിച്ചു പറയുന്നതാണ്, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഭക്തന്മാരായ കാവൽക്കാര് ജനമധ്യത്തിലുള്ള ഈ ജനവാസമുള്ള പട്ടണത്തിനും കിഴക്കുള്ള കിദ്രോന്തൂടിനും മുകളിൽ പ്രതിധ്വനിക്കത്തക്കവണ്ണം, ഈ പട്ടണം കുന്നിന്റെ മുകളിലാണല്ലോ, ഉയർച്ചയിലാണല്ലോ. സിയോൻ, ബെസത്ത, അക്ര, മോറിയ ഈ 4 മലകളാൽ ചുറ്റപ്പെട്ട യെരൂശലേം പട്ടണം ഉയരത്തിലാണ്. അപ്പൊ ഉയരെ നിന്ന് പറയുമ്പോൾ താഴെയുള്ള താഴ്വാരങ്ങളില് ഈ പ്രാർത്ഥനാ ഗീതങ്ങൾ അലയടിക്കും. ദൂതഗണങ്ങളുടെ സംഗീതം പോലെ പിരിഞ്ഞു പോകുന്നവരോട് പറയുന്ന വാക്കാണിത്. യുദ്ധം ജയിച്ചു വന്ന അബ്രഹാമിനെ മൽക്കിസദേക്ക് അനുഗ്രഹിക്കുന്ന ഇതുപോലെയാ. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്നാണ് മൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നത്. ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ദൈവസ്ഥനിൽ ശുശ്രൂഷിക്കുന്നവർക്കായി നാം പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ കരുതുകയും ചെയ്യണമെന്ന് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല അവർ തിരിച്ച് തങ്ങളെ കരുതുന്നവരെ കരുതുകയും സ്നേഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമെന്നാണ് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരായിരിക്കാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭ ഏക മനസ്സും ഏക ഹൃദയവുമുള്ളവരായിരുന്നു എന്ന് ഞാൻ തിരുവചനത്തിൽ വായിക്കുന്നു. അങ്ങനെ കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുമയോടെ നിൽപ്പാൻ, ഭാരങ്ങളെ ചുമപ്പാൻ, ഐക്യതയോടെ നിൽപ്പാൻ പരിശുദ്ധാത്മാ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ തന്നെ സിയോനിൽ നിന്ന് യഹോവ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകലദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവീൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. സ്തോത്രം. 15 മിനിറ്റ്സ് എടുത്തില്ല, ഒരു 10 മിനിറ്റ്സ് മാക്സിമം എടുത്തുള്ളൂ എന്ന് തോന്നുന്നു. എനിവേ ദൈവം അനുഗ്രഹിക്കട്ടെ എൽദോശാനെ. ജോളി സാറ് നെക്സ്റ്റ് ആരാ പറയട്ടെ? പറഞ്ഞോ. സന്തോഷ് പാസ്റ്റർ പ്രസംഗിച്ചോളൂ കേട്ടോ. സന്തോഷ് പോൾ പാസ്റ്റർ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല
സമയത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ ഞാൻ കർത്താവിന് സകല മഹത്വവും കരയേറ്റുകയാണ്. വിശേഷിച്ച് വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന കർത്തൃദാസൻ റവറൻ ജോളി സാർ അവറുകൾ, അബു സാർ അവറുകൾ, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും, അക്ഷയനും അദൃശ്യനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭത്തിൽ ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി കൊലോസി ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുന്നു. കൊലോസി ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. വായിച്ച തിരുവചന ഭാഗം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ഇന്നത്തെ ഈ രാത്രിയിൽ നമ്മുടെ ചിന്താ വിഷയം ഇടിവിൽ നിൽക്കുക എന്നുള്ളതാണ്. ഈ ലേഖനം എഴുതിയത് അപ്പോസ്തലനായ പൗലോസാണ്. നമുക്കറിയാം, എഫീസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലോമോൻ, ഈ 4 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളാണ്. അതിലെ എഫീസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ ഇത് 3 സഭകൾക്കും, ഫിലോമോൻ ലേഖനം ഒരു വ്യക്തിക്കും വേണ്ടി എഴുതിയതാണ്. ഈ കൊലോസി ലേഖനത്തിൽ ലേഖനം എഴുതിയത് ഏതാണ്ട് AD 60-61 കാലഘട്ടത്തിലാണെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. 4 അധ്യായങ്ങൾ, 95 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ തന്നെ ഈ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത് കൊലോസിയ സഭയ്ക്കും സഭയിലുള്ള ശുശ്രൂഷകനും അവിടുത്തെ വിശ്വാസികൾക്കും വേണ്ടിയാണ്. ആരാണ് ഈ എപ്പഫ്രോസ്? കൊലോസി ലേഖനം 1-ന്റെ 7-8 വാക്യങ്ങൾ വായിച്ചാൽ അദ്ദേഹം കൊലോസി സഭയിലെ പാസ്റ്റർ ആണെന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ തന്നെ കൊലോസി ലേഖനം 4-ന്റെ 12 അദ്ദേഹം ആ സഭയുടെ ശുശ്രൂഷകനും ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനുമാണ് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിന് സ്തോത്രം. അപ്പോൾ തന്നെ ഈ ലേഖനം പൗലോസ് എഴുതുവാനുള്ള കാരണം പുറജാതി മതത്തിലെ തത്വചിന്തകളും അന്യ ആരാധനകളും കർമാചാരങ്ങളും ആ കാലഘട്ടത്തിൽ ദൈവസഭയിൽ നുഴഞ്ഞു കയറി അവിടുത്തെ വിശ്വാസികളെ ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്താലുള്ള ആ അവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുവാൻ, പ്രത്യേകിച്ച് ജ്ഞാനമതത്തിന്റെ തത്വചിന്തകളും അതിന്റെ ഉപദേശങ്ങളും താണ്ഡവമാടിയിരുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ്, ഈ സന്ദർഭത്തിലാണ് കൊലോസി സഭ അവിടെ വളർന്നു വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു സ്വാധീനം ഒരു തലത്തിൽ അല്ലെങ്കിൽ മറുതലത്തിൽ അവിടുത്തെ വിശ്വാസികളെ സ്വാധീനിപ്പാൻ സാധ്യതകളുണ്ട്. നമുക്ക് ഈ ലേഖനം വായിക്കുമ്പോൾ അങ്ങനെയാ കാണുന്നത്. അപ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം പോരാ, രക്ഷയ്ക്ക് പൂർത്തീകരണം വരണമെങ്കിൽ, രക്ഷയുടെ പദ്ധതി പൂർത്തീകരണമെങ്കിൽ യഹൂദ മതാചാരത്തിന്റെ കർമാചാരങ്ങൾ, അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളെന്ന് യഹൂദ സമ്പ്രദായം അങ്ങനെ ആ സഭയിൽ നുഴഞ്ഞു കയറി. അപ്പൊ ഈ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ഈ സഭയുടെ സ്ഥാപകനും പാസ്റ്ററുമായിരിക്കുന്ന എപ്പഫ്രോസ് പൗലോസിനെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും, പൗലോസ് തനിക്ക് ദൈവം കൊടുത്ത ദൈവ നിയോഗപ്രകാരം ആത്മീയ വെളിപ്പാടിനാൽ വളരെ വ്യക്തമായും യേശു കർത്താവിൽ ഉറച്ചു നിൽക്കണം, യേശുവിൽ ശക്തമായി നിങ്ങൾ സഭയ്ക്ക് വേണ്ടി വിശ്വാസം വേണ്ടി നിൽക്കണമെന്ന് ഉറപ്പിച്ചെഴുതുന്ന ഒരു ലേഖനം കൂടിയാണ് ഇതിന്റെ
അത് എഴുതുവാനുള്ള സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർത്താവിന് സ്വതന്ത്രം. അപ്പോൾ തന്നെ ദൈവത്തിന് സ്വതന്ത്രം. ഈ ദൈവസഭയെ ഈ ഒരു അനാചാരങ്ങൾ പോരാടി നിൽക്കുമ്പോൾ ഈ ദൈവസഭ എങ്ങനെ ദൈവവചനത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും ഉറച്ചു നിൽക്കണം, കർത്താവിന് വേണ്ടി വിശുദ്ധ കന്യകയായി കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന വ്യക്തിത്വമായി നിൽക്കണമെന്ന് അവരെ ഉറപ്പിച്ചു പറയുകയാണ്. പ്രത്യേകിച്ച് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15, 16, 17, 18, 19, 20 വാക്യത്തിൽ ശക്തമായി കർത്താവ് ആരാണെന്ന് അവരോട് വ്യക്തമായി അറിയിക്കുന്ന ഒരു കാര്യം നമുക്കിവിടെ കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം ഉളവായി. സ്തോത്രം. സകലവും അവൻ മുഖാന്തരം അവനായിട്ടും ഉളവായി. അവനിൽ ദൈവത്തിന് സ്വരം അവൻ ഉളവായി. കർത്താവിന് സ്വരം. അപ്പോൾ തന്നെ അവിടെ വായിക്കുന്നത് അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സർവത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദിനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലതും അവനെ കൊണ്ട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. കർത്താവിന് സ്വതന്ത്രം. ഈ വചനത്തിന്റെ ആധികാരികത മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശക്തമായി ആ സഭയിലെ വിശ്വാസികളെ ഉറപ്പിക്കുവാൻ, അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസികൾ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ഈ വായിച്ച 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ വായിച്ച 3 വിഷയത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. 1, ഈ വിഷയത്തിന്റെ അകത്തൊരു വിടുതൽ ലഭിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ പോരാടണം. 2, ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയണം. 3, അത് തികഞ്ഞവരായി കർത്താവിന് വേണ്ടി നിൽക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്വരം. ഈ 3 കാര്യത്തിൽ അവർ ഉറപ്പുള്ളവരായാൽ, ദൈവത്തിന് സമർപ്പണമുള്ളവരായാൽ, സഭയിൽ കടന്നുകൂടിയിരിക്കുന്ന സകല അനാചാരങ്ങളെയും ജയിപ്പാനും ദൈവം പ്രത്യേക കൃപ അവർക്ക് നൽകുമെന്ന് ഉറപ്പിക്കുകയാണ്. 1, അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു. എന്ത് പ്രാർത്ഥനയിൽ പോരാടുന്നു? സ്തോത്രം. ഈ വിഷയത്തിന്റെ അകത്ത് പ്രാർത്ഥനയിൽ ഒരു വിജയം പ്രാർത്ഥനയാൽ നടക്കും. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിലേക്ക് വന്നപ്പോൾ അറിയിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ദൈവഹിതം മനസ്സിലായിക്കൊണ്ടാണ്, പ്രാർത്ഥനയോടെയാണ് കർത്താവ് ആ കാര്യമൊക്കെ ചെയ്തെടുത്തത്. അപ്പോൾ അതിനു മുമ്പിൽ വലിയ പോരാട്ടങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി. അപ്പോൾ അവിടൊക്കെ ജയിപ്പാൻ കാരണമായി മുഖാന്തരമായി തീർന്നത് മറ്റൊന്നുമല്ല, പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ സ്വരം. 2, ദൈവഹിതം നാം തിരിച്ചറിയണം. കർത്താവിന് സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ദൈവം തന്റെ ജനത്തെ എപ്രകാരം നിർത്തുന്നു? ദൈവഹിതപ്രകാരം നാം നിൽക്കണം എന്ന് പറഞ്ഞ തത്വചിന്തകളിലോ അനാചാരങ്ങളിലോ യഹൂദ മതാചാര അനുഷ്ഠാനങ്ങളിലോ അല്ല ജീവിതം സമർപ്പിക്കപ്പെടേണ്ടത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പൂർണ്ണമായ വെളിപ്പാട്, കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി ഉറച്ചു നിൽക്കണം. അതൊരു ദൈവഹിതമായി അവരെ ഓർപ്പിക്കുന്നു. 3-ാമത്തെ കാര്യം, അത് തികഞ്ഞവരായി തീരണം. കർത്താവിന് സ്വരം. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിലും പരിശുദ്ധാത്മാവിലും തികഞ്ഞവരായി ദൈവഹിതം മനസ്സിലാക്കി ദൈവത്തിന്റെ ആ പദ്ധതി പൂർണ്ണമായി നമ്മളിൽ വരമേൽപ്പിക്കപ്പെട്ടു. അത് സഭയിൽ ഉറപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് സമയം അനുവദിച്ചെന്നവർക്കോട് നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം കറക്റ്റ് ആക്കണേ. വാണിംഗ് ബെല്ല് കൊടുത്താൽ മതി. അടുത്തത് സുജ സിസ്റ്റർ, സുജാറേജി സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ സന്ധ്യയുടെ യാമത്തില് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും പ്രിയപ്പെട്ടവരോട് ഒന്നിച്ച് ദൈവനാമത്തെ പുകഴ്ത്തുവാനും ദൈവം ജീവിതത്തിൽ തന്ന ഒരവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വിശേഷാല് ഈ ഒരു വിഷയത്തിൽ പഠിപ്പിക്കുവാൻ ദൈവം നമ്മളെ നിയോഗിപ്പിച്ച പ്രിയ ദൈവദാസനോടും എബനേസർ ഇന്റർനാഷണൽ ബൈബിൾ കോളേജിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കൃപയാൽ ഇങ്ങനെ ഒരു അവസരം ഒരു പ്രാവശ്യം കൂടി ദൈവം ഒരുക്കി തന്നതിനാൽ ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ എന്നെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാന് കുറഞ്ഞത് ഒരു 10-15 വർഷമായിട്ട് ബോംബെയിൽ താമസിക്കുന്നു, കുടുംബമായിട്ട് ജീവിക്കുന്നു. എന്നാല് ഇടയ്ക്ക് ജീവിതത്തിലെ ഒരു കൊറോണ ടൈമിലൊക്കെ ഞങ്ങള് നാട്ടിന്റെ പ്രദേശത്ത് കടന്നുപോയി. അവിടെ 1.5 വർഷം കഴിഞ്ഞ് 1.5 വർഷം നാട്ടിന്റെ കൊറോണയ്ക്ക് ശേഷം ഒരു 1.5 വർഷം കേരളത്തിലായിരുന്നു. അതിനുശേഷം ഞങ്ങള് 2022 നവംബർ മാസം ബോംബെയിലേക്ക് കടന്നു വന്നു. അതിനുശേഷം ജീവിതത്തിലെ വളരെയധികം പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. നാടിന്റെ പ്രദേശത്തായിരുന്ന സമയത്തൊക്കെയും ഞാൻ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ പലവിധമായിട്ടുള്ള പറയുവാണെങ്കിൽ ഒറ്റപ്പെടലിന്റെ അവസ്ഥ, ഒരു ഭവനമില്ലാത്ത വിധമായ പ്രയാസങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അങ്ങനെ ഞങ്ങള് 2022 നവംബറിൽ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഒരു പനിയായിട്ട് വളരെയധികം ഭാരപ്പെട്ട്, എന്നാല് ട്രീറ്റ്മെന്റ് ഒക്കെയും കൊടുത്തു. എന്നാല് കർത്താവിന്റെ ഹിതം മറ്റൊന്നായിരുന്നു. 2023 ജനുവരി 29 താൻ പ്രിയം വെച്ച നിത്യതയിൽ താൻ ചേർക്കപ്പെട്ടു. അതിനുശേഷം ജീവിതത്തിലെ വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയും കടന്നു വന്നുവെങ്കിലും ഈ ദൈവവചനത്തില് അടിയുറച്ചു നിൽപ്പാനും ഈ വചനം എൻ്റെ ജീവിതത്തില് വളരെയധികം പ്രത്യാശ നൽകുവാനും ദൈവം ഇടയാക്കി. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അപ്പോൾ ഞാന് ബോംബെയില് ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന കൃപയാൽ ദൈവം എന്നെ വഴി നടത്തുന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങള്, പ്രതികൂലങ്ങള്, പ്രതിസന്ധികളൊക്കെയും കടന്നു വരും. ജീവിതത്തിലെ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാത്തവരായിട്ട് ആരുമില്ല. എന്നാല് അതിന്റെ ഒക്കെയും മധ്യേ നമ്മളെ നിലനിർത്തുന്ന കർത്താവിന്റെ ഒരു സ്നേഹം, അല്ലെ കർത്താവിന്റെ ഒരു കരുതലാണ് നമ്മളെ നിലനിർത്തുന്നത്. നമ്മൾ തകർന്നു പോകുന്ന ഇടത്ത് കർത്താവ് തന്റെ കരം നീട്ടി നമ്മളെ വഴി നടത്തുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ വ്യക്തികളും കടന്നു പോകുന്ന ഓരോ അവസ്ഥയിലാണ്. ആരും ജീവിതത്തിലെ ഒരു പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അനുഭവിക്കാത്ത ഒരു വ്യക്തികളും ഇല്ലാതെയില്ല. എങ്കിലും നമ്മളൊക്കെയും ആ ഒരു അവസ്ഥയെ തരണം ചെയ്യുന്നത് ദൈവത്തിന്റെ സ്നേഹത്തില്, ദൈവത്തിന്റെ കരുണയിലാണ്. നമുക്ക് ബൈബിളിൽ നമ്മൾക്കറിയാം, എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തി, മീൻസ് വേർപാടിന്റെ അവസ്ഥ, ഒറ്റപ്പെടലിന്റെ അവസ്ഥ, ധനനഷ്ടം, മാനനഷ്ടം ഒക്കെ അനുഭവിച്ച ഒരു വ്യക്തി നമുക്ക് നമ്മുടെ ബൈബിളിൽ കാണാം, ഇയ്യോബ്. ഇയ്യോബെങ്കിലും തന്റെ പ്രത്യാശ അദ്ദേഹം കൈവിട്ടില്ല. കാരണം തന്നെ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇയ്യോബിനറിയാം. ഇയ്യോബിന്റെ ജീവിതത്തിലെ ഒന്നൊന്നായിട്ട് ഓരോന്ന് വരുമ്പോഴും ഇയ്യോബിനെ തള്ളി പറയാത്തവരായിട്ട് ആരും ഇല്ലായിരുന്നു. എങ്കിലും ഇയ്യോബിനറിയാം, എന്നെ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് പ്രത്യാശ തരുവാൻ, എന്നെ ആ അവസാന ദിവസം വരെയും സൂക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ടെന്ന് ഇയ്യോബും മനസ്സിലായി. ഇയ്യോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബൈബിളിൽ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞു, ഇയ്യോബ് നീതിമാനും നിഷ്കളങ്കനും നേരുള്ളവനുമായിരുന്നു. അപ്പോൾ നേരുള്ളവരെ മാനിക്കുന്ന ദൈവമുണ്ട്, അല്ലെ? നേരുള്ളവർക്ക് ഇയ്യോബിനെ പരീക്ഷിക്കാൻ സാത്താൻ വന്നപ്പോൾ യഹോവയായ ദൈവം ഇയ്യോബിനോട് പറഞ്ഞു, ഇയ്യോബിന്റെ ജീവന് ഹാനി വരുത്തല്ലെന്നാ പറഞ്ഞു. കാരണം ഇയ്യോബിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഞാന് അതിന് ഉത്തമ ഒരു ഉദാഹരണം. കാരണം എൻ്റെ ജീവിതത്തിൽ ഈ പ്രായത്തിനുള്ളിൽ ഞാന് കടന്നു പോകാത്ത ഒരവസ്ഥയില്ല. എല്ലാ അവസ്ഥയിൽ കൂടി ഞാൻ കടന്നു വന്നു. പലപ്പോഴും ഞാൻ മരണത്തെക്കുറിച്ച് വരെ ചിന്തിച്ച അവസ്ഥയുണ്ട്. കാരണം ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാമെന്ന് അപ്പോഴും ഞാൻ ചിന്തിച്ചു. ഞാനൊരു പക്ഷേ മരണപ്പെട്ടാലല്ലേ, ഞാൻ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോയാലേ എൻ്റെ ജീവിതം തന്നെ നശിച്ചു, ഞാൻ ഇത്ര നാൾ ഓടിയതും അധ്വാനിച്ചതും ഒക്കെയും വെറുതെ ആകും എന്നുള്ള ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാല് വിശ്വാസത്താൽ ഇതുവരെയും എത്തുവാനും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അനുഗ്രഹമായി തീർന്നത് ഈ ബൈബിൾ പഠനം എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു. എനിക്ക് വചനത്തിൽ അടിയുറപ്പാനും പ്രത്യാശയോടെ മുന്നോട്ട് ജീവിക്കാനും ദൈവം എന്നെ സഹായിക്കുന്നു. ഞാന് ഒരു വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെ, വിഷമ ഘട്ടങ്ങളെ നമുക്ക് സന്തോഷത്തോടെ എപ്രകാരം നമുക്ക് അഭിമുഖീകരിക്കാം.
അതിനാധാരമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ അവസാന വാക്യം, 21-ന്റെ അവസാന വാക്യം. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇയ്യോബ് താൻ കടന്നു പോകുന്ന, ഇയ്യോബ് വളരെ ധനവാനും തന്റെ സമ്പത്തിൽ ഏറ്റവും ഉയർന്നു നിന്ന ഒരു വ്യക്തിയായിരുന്നു. ഇയ്യോബിന് പെട്ടെന്നാണ് ഇയ്യോബിന്റെ മേൽ സാത്താന്റെ പിശാചിന്റെ ദൃഷ്ടി വീഴ്ത്തുവാൻ ശത്രുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിലൊന്നും പ്രയാസപ്പെടുന്നില്ല. ഇയ്യോബിനറിയാം എനിക്ക് തന്നവൻ ആരാണെന്ന് ഇയ്യോബിന് നല്ല വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇയ്യോബ് അതിലൊന്നും പതറാതെ ഓരോന്നോരോന്നായിട്ട് തന്റെ 10 മക്കള് തന്റെ വീടിന്റെ മുൻപില് 10 ശവപ്പെട്ടി ഇങ്ങനെ നിരന്നിരിക്കുന്ന സമയത്തും ഇയ്യോബ് പറയുകയാണ്, ഈ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം. നമ്മളിൽ ആർക്ക് അങ്ങനെ പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഒരു നിമിഷം നമ്മൾ പതറിപ്പോകും. പക്ഷെങ്കിൽ ഇയ്യോബ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഇയ്യോബിന് ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. ഇയ്യോബ് തന്റെ പ്രത്യാശയിൽ, അതിന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നതിനാൽ ഇയ്യോബിന് അപ്രകാരം പറയാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പല പ്രതികൂല സാഹചര്യങ്ങൾ ആഞ്ഞടിക്കും, പ്രയാസങ്ങൾ വരും. ചിലപ്പോൾ നമുക്ക് താങ്ങുവാൻ കഴിയില്ല എന്നറിയാം. എങ്കിലും നമ്മൾ പതറാതെ, നമ്മൾ ആ കാൽവറിയിൽ നമുക്ക് വേണ്ടി ആ കാൽവറിയുടെ മേൽ ജയം വരിച്ച ഒരു കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. യേശുക്രിസ്തുവിനും വിഷമസന്ധി വന്നു. ആ ഗദസമനത്തോട്ടത്തിൽ ഇരുന്നുകൊണ്ട് കർത്താവ് എന്താ പറഞ്ഞത്? പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവും അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകാത്ത ആരുമില്ല നമ്മളുടെ ഇടയിൽ. നമുക്ക് ബൈബിൾ പരമായി നോക്കുകയാണെങ്കിൽ അബ്രഹാം തനിക്ക് ദൈവം 100-ാമത്തെ വയസ്സിൽ കൊടുത്ത പൈതലിനെ യാഗം കഴിക്കാൻ പറയുന്നു. ആ അവസ്ഥയും പ്രകാരം അബ്രഹാം ആ സാഹചര്യത്തെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്? സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് പറയാം. കാരണം അബ്രഹാമിനറിയാം യഹോവ തന്നതാണെങ്കിൽ യഹോവയ്ക്ക് അതൊരു, അല്ലെങ്കിൽ ദൈവത്തിന് അവിടെ ഒരു പ്രതിവിധി കണ്ടെത്തുവാൻ കഴിയുമെന്ന് അബ്രഹാം പിതാവിനും മനസ്സിലായി. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പരീക്ഷയുടെ മുന്നിലും നമ്മൾ പതറാതെ ദൈവസന്നിധിയിൽ നമ്മളിൽ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. നമുക്ക് ഏത് നിമിഷവും ആ കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ കർത്താവ് യേശുക്രിസ്തു കാൽവറിയിൽ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. ആ തിരശീല കീറിയപ്പോൾ നമുക്ക് സമയഭേദമന്യേ നമ്മുടെ പ്രയാസങ്ങളുമായി, നമ്മുടെ വിഷയങ്ങളുമായി നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് അടുത്ത് ചെല്ലാം. പ്രിയപ്പെട്ടവരെ, എനിക്കൊന്നും മാത്രമേ പറയാനുള്ളൂ. എന്റെ ലഭിച്ച സമയത്തിനുള്ളിൽ എനിക്ക് ഇത് മാത്രമേ പറയാൻ. നമ്മളൊക്കെയും മാനുഷികമായ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, തകർന്നു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ആ അവസ്ഥകളിലൊന്നും നമ്മളെ കൈവിടാത്ത നല്ലവനായ ഒരു യേശുക്രിസ്തു ഉണ്ട്. അല്ലെ, ആ കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മുടെ വിഷയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് മുന്നേറാം. ഇത്രയും പ്രിയപ്പെട്ടവരുള്ള നന്ദിയെ രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാണ്. താങ്ക് യു സുജി സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു മെസ്സേജ് കേട്ടു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഞാൻ പറഞ്ഞോട്ടെ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കർത്താവ് നമുക്ക് ദാനമായി നൽകി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ക്ലാസ്സുകൾ നടക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വിശേഷിയാൽ വേൾഡ് ആംഗ്ലിക്കൻ ചർച്ചിന്റെ പ്രതിനിധിയും യുഎയുടെ പ്രദേശത്ത് ജനിച്ചു വളർത്തപ്പെട്ട ഒരു ദൈവ പൈതൽ ഇന്ന് നമ്മളോടൊപ്പം ഈ മീറ്റിങ്ങിലൂടെ പ്രിയ മജീദുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രസംഗങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രിയ ഫാസ്റ്റർ ബി ബ്രദറിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയ മജീദ് ഖാനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സത്യത്തിൽ ജോളി സാറ് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തത് അറിഞ്ഞത് ഞങ്ങൾ ലേറ്റായിട്ടാണ്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് കേൾക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച് ഞങ്ങൾ വളരെ എളുപ്പം ഓടിയെത്തിയതാണ്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ മെസ്സേജ് ആണല്ലോ ഇത്. ആദ്യമായിട്ട് ഈ ബാച്ച് ആദ്യമായിട്ട് അവർ പഠിച്ച കാര്യം വച്ച് അവരാദ്യമായിട്ട് പ്രസംഗിക്കുന്ന കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഓടിയെത്തിയതാണ്. എന്നാൽ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തിയില്ല.
എന്നാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. പ്രിയ ജോളി സാറിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അഡ്വക്കേറ്റ് ജോളി ജോഷുവ, ഞാൻ സാറിനെ ഇവർക്കൊന്ന് പരിചയപ്പെടുത്തുകയായിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോർഡിനേറ്ററായി അദ്ദേഹം ഈ വർഷം ചാർജ് എടുത്തു. അപ്പോൾ തന്നെ കേരളത്തിൽ അൽമീം മാനേജ്മെന്റ് കൺസൾട്ടൻസി ആൻഡ് ലീഗൽ ഒരു പ്രവർത്തനം ആരംഭിക്കാൻ, കർത്താവ് മാവേലിക്കര കല്ലുമലയിൽ ആരംഭിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകി. അതിൻ്റെ ലീഗൽ കാര്യങ്ങളിൽ നമ്മൾ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഇത്രയും നാളും പലരുടെ ഫോൺ കോളുകൾ, പലരെ സഹായിക്കുന്നതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇനി അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. ഇന്ത്യയിലും UAE-യിലുമുള്ള നമ്മുടെ സ്ഥാപനങ്ങളെ ഒന്നാക്കി തീർത്തു. ഇതെല്ലാം ഷാർജ എപ്പിസ്കോപ്പൽ ഡയോസിസ് ഇന്റർനാഷണലിന്റെ അണ്ടറിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ UAE-യിലെ ഈ ഷാർജ എപ്പിസ്കോപ്പൽ ഇന്റർനാഷണൽ ഡയോസിസിന്റെ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദേവദാസനാണ് പ്രിയ എബി എബ്രഹാം. കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഞാനും ഷീനയും എല്ലാം കൂടെ പറഞ്ഞു, കർത്താവ് 2014-15 കാലഘട്ടത്തിൽ ഒരു എബി എബ്രഹാമിനെ എബനേസറിൻ്റെ ബൈബിൾ ട്രെയിനിങ് സെന്റർ തുടങ്ങാൻ ആരംഭിക്കാൻ ഒരുക്കിയപ്പോൾ അദ്ദേഹം ചില ആളുകൾ അത് നടത്തി അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോൾ 2024 കർത്താവ് ഒരു എബി എബ്രഹാമിനെ വീണ്ടും ഈ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതോർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന് മാറ്റമില്ല എന്നാണ് ഇതുകൊണ്ട് തെളിയിക്കുന്നത്. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. എൽസാറിന്റെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾ ചോദിക്കുന്നു. ഈ ദേശത്ത് ഒരു ആലയം ഉയരുവാൻ ഈ പ്രസ്ഥാനത്തിന് സാധ്യമാകും വണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. പ്രത്യേകാൽ ജോളി സാറിനെ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ സാധിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഞാൻ നിങ്ങൾ അതിപ്രസംഗിയാണെന്നൊന്നും വിചാരിക്കരുത്. നമ്മളിന്ന് ഇവിടെ നിങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് വിശ്വസിക്കുകയാണ്. അതോ സാറിൻ്റെ അഭിപ്രായം കേട്ടിട്ട് ഞാൻ പറഞ്ഞാൽ മതിയോ? ഓക്കെ. അപ്പോൾ ജോളി സാറ് അതിനെ വിലയിരുത്തിയതിന് ശേഷം ഞാൻ വിലയിരുത്തുന്നതായിരിക്കും നല്ലതെന്നാണ് ഞങ്ങളുടെ രജിസ്ട്രാർ പറയുന്നത്. ജോളി സാർ പക്ഷെ അത് പറയത്തില്ലെന്ന് എനിക്കറിയാം. സാർ ആദ്യം പറ, അത് കഴിഞ്ഞ് ഞാൻ പറയാമെന്ന് പറയും എന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടിരുന്ന ഈ പ്രസംഗം കേട്ടെ. അപ്പം ഞാൻ എബി സാറിനോട് ചോദിച്ചു, എബി സാറെ എങ്ങനെ ഉണ്ട് ഞങ്ങളുടെ സ്റ്റുഡൻസ് എന്ന് ചോദിച്ചു. അപ്പോൾ ജോളി സാറ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചു. ഞങ്ങളുടെ മജീദക്കായും കേൾക്കുകയായിരുന്നു. നമ്മുടെ സ്റ്റുഡൻറ്റ്, നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ പറയുന്നു, നിങ്ങൾ പ്രസംഗിക്കുന്നത് കേൾക്കാൻ ചില കേൾവിക്കാർ ഈ ഭവനത്തിലുണ്ടാകും. അപ്പം നിങ്ങളുടെ പ്രസംഗം ഞങ്ങളല്ല വിലയിരുത്തുന്നത്, നിങ്ങളുടെ അധ്യാപകനോ ഞങ്ങളൊന്നുമല്ല, വിലയിരുത്തുവാൻ ചില ആളുകളുണ്ടാവും. ഇപ്പം നിങ്ങൾക്കൊരു കാരണം ഉണ്ടാകാൻ പറയുമ്പോൾ, അയ്യോ ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, എളുപ്പം പ്രിപ്പയർ ആയതാണെന്നൊക്കെ പറയും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയാൻ സാധ്യതയുണ്ടല്ലേ ജോളി സാറേ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഓൾറെഡി പറഞ്ഞതാ. ആണല്ലേ? കഴിഞ്ഞ പക്ഷെ അവരൊക്കെ മറന്നുപോയി. ആരൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ലായിരുന്നു, ആരൊക്കെ പ്രസംഗിക്കണമെന്ന്. ആരൊക്കെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു. ഓക്കെ. അത് ഇന്നാണ് തീരുമാനിച്ചത്. ഓക്കെ. അല്ല, അത് പറഞ്ഞ് ചിലപ്പോൾ ഇവര് സ്കിപ്പാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാറൊരു കാര്യം ചെയ്യണം, നമ്മുടെ രജിസ്ട്രാറിനെ നേരത്തെ ഈ കാര്യം അറിയിച്ചിട്ട് ഇന്നവർ പ്രസംഗിക്കണം. എന്തായാലും സാറിന് എല്ലാവരുടെയും പേരറിയാമല്ലോ. അപ്പോൾ അത് നേരത്തെ മുൻകൂട്ടി പറഞ്ഞാൽ ഇവർക്ക് ഒരാഴ്ച കിട്ടുന്നുണ്ട് പ്രിപ്പയർ ആകാനായിട്ട്. പക്ഷേ ദൈവവചന പഠനം തുടങ്ങിയിട്ട് നിങ്ങൾ വർഷങ്ങളാകുന്നു, അത് മറന്നു പോകരുത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിവിടെ പഠിപ്പിച്ചപ്പോൾ ശ്രദ്ധിച്ചവരാണെങ്കിൽ ആ ഭാഗങ്ങളിൽ നിന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും.
അതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇച്ചിരി നിങ്ങൾ ആ പഠനവുമായി ബന്ധപ്പെടുത്തി പ്രസംഗിക്കുമ്പോഴായിരിക്കും ഇച്ചിരി നന്നായിരിക്കുന്നത് എന്നൊരു സജഷൻ എനിക്കുണ്ട്. പിന്നെ ദൈവവചനമാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്. നിങ്ങളെ ദൈവവചനം പ്രസംഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പ്രിയ ജോളി ജോഷുവ സാറ് വളരെ അടിസ്ഥാനപരമായി ഒരു കാലഘട്ടത്തിൽ നാം കേട്ടുവന്ന പ്രസംഗങ്ങളൊക്കെ വിമർശിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഇനിയും വരുന്ന തലമുറ അല്ലെങ്കിൽ ഇനിയും പ്രസംഗിക്കുന്നവർ, ഇനിയും ദൈവവചനം പറയുന്നവർ ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനാണ് സാറ് തൻ്റെ പഠിപ്പിക്കലിൽ കൂടുതൽ ഊന്നൽ നൽകിയതെന്നാണ് എനിക്ക് മനസ്സിലായത് സാറിൻ്റെ ക്ലാസ്സുകൾ കേട്ടത്. അപ്പോൾ സങ്കീർത്തന പുസ്തകം 119 129 മുതൽ 136 വരെ വായിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് അടിസ്ഥാനപരമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവവചനം അത്ഭുതകരമായ ഒന്നാണ്. അത്ഭുതകരമായ ദൈവവചനം. ലൗകികന്മാർക്ക് ദൈവവചനം അരോചകമായിരിക്കുമ്പോൾ ദൈവജനത്തിനത് അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്താഗതിയോട് വേണം പ്രസംഗിക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രിയ ജോളി സാറിന് തൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാനുള്ള അവസരം ഞാൻ കൈമാറുകയാണ്. നിങ്ങളെ എല്ലാവരെയും, ഇന്ന് പ്രസംഗിച്ച എല്ലാവരെയും ഞാൻ അനുമോദിക്കുന്നു. നിങ്ങൾ കൂടുതൽ അധികമായി ദൈവത്തിന് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് സാറേ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ പരിണിതപ്രജ്ഞരായ ഒരു സമൂഹം ദൈവമക്കളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് എനിക്ക് വളരെ ബോധ്യമുണ്ട്. ദൈവജന പാണ്ഡിത്യത്തിലും അറിവിലും. അപ്പോൾ തന്നെ അത് അനേക ആയിരങ്ങളോട് സുവിശേഷമായി പ്രസ്താവിക്കുന്നതിലും അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കുന്നതിലും ദൈവം ഉപയോഗിക്കുന്ന കർത്താവിന്റെ ദാസന്മാരാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അനുഭവ സമ്പത്തും ധാരാളമുള്ള ദൈവദാസന്മാർ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ 3 പ്രസംഗങ്ങൾ ഒരു പൊതുവായ വിശകലനത്തിന് വേണ്ടി മാത്രമേ ഞാൻ കൊണ്ടുവരുന്നുള്ളൂ. ഓരോരുത്തരെ പേഴ്സണലായിട്ട് ഞാൻ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഒരു മെത്തഡോളജി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തായിരുന്നു. അത് ഒരു ഹോമിലിറ്റിക്സ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ. ഹോമിലിറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കില് ഒരു പുതിയ മെത്തഡോളജി ഒന്നും അല്ല ഇത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നിലവിലുണ്ടായിരുന്ന ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് തന്നെയാണ്. ഹൗ ടു പ്രസന്റ് ദി ബൈബിൾ ഇൻ എ സ്റ്റാൻഡേർഡ് ലെവൽ. ഒരു നമ്മൾ ശരിക്കും ഇത് നിലവിലുണ്ടായിരുന്ന ഒരു പ്രസംഗശാസ്ത്രത്തിന്റെ ഒരു മെത്തേഡാണ്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കറിയാം അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ ഒരു പാസേജ് ആണെന്നുണ്ടെങ്കിലും, ഒരു അധ്യായമാണെന്നുണ്ടെങ്കിലും, ഒരു ബുക്കാണെന്നുണ്ടെങ്കിലും, അത് ഈ ഹോമിലിറ്റിക്സ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഒരു സെർമൺ തയ്യാറാക്കണമെങ്കിൽ അതിന് ശരിക്കും സമയമെടുക്കണം, സമയം വേണ്ടിവരും ഒക്കെ എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ ഞാനൊരു ഹിന്റ് തന്നിരുന്നു. അടുത്ത പ്രാവശ്യം തൊട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം എന്ന് ഞാനൊരു പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാവരും അത് പ്രിപ്പയർ ചെയ്യേണ്ടത് തന്നെയാണ്. ഇപ്പൊ ഇന്ന് 3 പേരുടെ പേര് വന്നത് മാത്രമേ ഉള്ളൂ. അത് ഒരു കാര്യം, അതൊരു പ്രാക്ടിക്കൽ ഇഷ്യൂ ആണ്. പക്ഷെങ്കിൽ ഇതിനകത്ത് ഞാൻ വളരെ ഓരോന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഒന്ന്, ഗെറ്റിംഗ് അറ്റൻഷൻ. എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ഒരു 3-4 പ്രസംഗത്തിന് ശേഷമായിട്ട് എൻ്റെ പ്രസംഗം ഞാൻ ആരംഭിക്കുമ്പോൾ മറ്റുള്ള ആളുകളിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാകണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെ, അല്ലെങ്കിൽ ആ ഒരു മോട്ടീവോടുകൂടെ നമ്മുടെ പ്രസംഗം ആരംഭിക്കുക. ഗെറ്റിംഗ് അറ്റൻഷൻ. അതിനുശേഷം നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതിനുശേഷം റേസിംഗ് നീഡ്, ആവശ്യം. നമ്മൾ പറയേണ്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സെർമൺ ഞാൻ എന്തിനാ പ്രസംഗിക്കുന്നത്. ഇപ്പൊ പാസ്റ്റർ സന്തോഷ് പോൾ പാസ്റ്റർ പറഞ്ഞത് എന്ത് വർഷം ടോപ്പിക് എന്തായിരുന്നു ഞാൻ വിട്ടുപോയി. മടുത്തു പോകുന്നത്
ഇടിവിൽ നിൽക്കുക, ഇടിവിൽ. ഇടിവിൽ നിൽക്കുക, സോറി, ഇടിവിൽ നിൽക്കുക. അപ്പൊ അതിന്റെ പ്രസക്തി എന്താണ്, എന്തുകൊണ്ടാണ് ഞാനത് പ്രസംഗിക്കുന്നത്? ആ ഇടിവിൽ നിൽക്കുക എന്നുള്ള ആ ഒരു ആശയത്തോട് ബന്ധപ്പെടുത്തിയുള്ള ആവശ്യകത, എറൈസിംഗ് നീഡ്. പിന്നെ CPT, സെൻട്രൽ പ്രപ്പോസിഷൻ ഓഫ് ദ ടെക്സ്റ്റ്, അത് എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അത് ഒരു ആ എടുക്കുന്ന പാസേജ്, കൊലോസ്യ ലേഖനം എടുത്തത്, ആ എടുത്ത പാസേജിൽ നിന്ന് പിന്നെ ബാക്ക്ഗ്രൗണ്ടും കോണ്ടെക്സ്റ്റും പറഞ്ഞ് അതിനുശേഷം 1, 2, 3 പോയിന്റ് പറഞ്ഞ് ആപ്ലിക്കേഷൻ, കൺക്ലൂഷൻ. ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഞാൻ അവതരിപ്പിച്ചത്. ഇതിനകത്ത് നിങ്ങൾ തന്നെ പറ, ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇതിനകത്ത് സെൻട്രൽ പ്രപ്പോസിഷൻ ഓഫ് ദ ടെക്സ്റ്റ് എവിടെയായിരുന്നു, ഏതായിരുന്നു? അതിനുശേഷം എന്റെ ബാക്ക്ഗ്രൗണ്ട് എവിടെയായിരുന്നു? ബാക്ക്ഗ്രൗണ്ട് വെറുതെ പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ 15 മിനിറ്റിൽ നമ്മുടെ പിന്നെ നമ്മുടെ എൽദോസ് ഒരു ക്ലാസ് പോലെ ഒരു 44 സങ്കീർത്തനത്തിന്റെയും പിന്നെ സ്വയസിദ്ധമായ ശൈലി. ഞാൻ അതാ പറഞ്ഞത്, നമ്മുടെ ഒരു സെർമൺ പാറ്റേൺ, ഒരു സാക്ഷ്യ മോഡല് ആയിപ്പോയെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് ഈ ഒരു സെർമണാണ് ഞാൻ പറഞ്ഞത്. ഒരു സോറി, കേൾക്കുന്നില്ല ഓസ്ട്രേലിയർ ആയിട്ട്. ഓക്കെ, ഞാൻ കുറച്ച് നേരം സൈലന്റ് ആയിരുന്നു, ഞാൻ ഒരു കോള് വന്നത് വേറൊരു ടീമിൽ നിന്ന്. ഇപ്പൊ കേൾക്കാമല്ലോ? ഓക്കെ. അപ്പം ഇത് ഒരു ഔട്ട്പുട്ട് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് വാട്ട് വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദ ക്ലാസ്, ഈ ക്ലാസ്സിൽ നിന്ന് പഠിച്ചതിൽ നിന്ന് പ്രസംഗിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ദയവായിട്ട് ഒരു റെസ്പോൺസ് ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല, ഇനി ഭാവിയിൽ അത് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് പോയോ? അപ്പൊ നമ്മള് അതുകൊണ്ട് വളരെ പക്വതയോടുകൂടി ഒരു ക്ലാസ്, അത് ഒരു റിസപ്റ്റീവ് മൈൻഡിൽ ആകുവാണെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുന്നവർക്കും ഒരു പ്രോത്സാഹനമാണ്. പഠിക്കുന്ന നിങ്ങളും എന്തെങ്കിലുമൊക്കെ അത് മനസ്സിലാകാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ വന്നത്. ഇനിയുള്ള ക്ലാസ്സുകളിലെങ്കിലും അത് എന്നാ പറയുന്നേ, അതൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ അത് തിരിച്ച് ഇനിയിപ്പോ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് തന്നെ വേണോന്നൊരു സംശയമുണ്ട്. എന്റെ കർത്തവ്യം ഞാൻ ഫിനിഷ് ചെയ്തു. എനിക്ക് ദൈവം ഏൽപ്പിച്ച ദൗത്യവും എന്നെ അസൈൻ ചെയ്തിരിക്കുന്ന അക്കാഡമിക് പർപ്പസ് അത് ഞാൻ നിങ്ങളിലേക്ക് കൈമാറി എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എനിക്കും. ഇനി അതിന്റെ ബാക്കിയായിട്ടുള്ള പഠനങ്ങൾ തീർച്ചയായിട്ടും നമുക്കുണ്ട്. അപ്പം അത് നമുക്ക് തുടരാം. അപ്പൊ അത് ഞാൻ സാറുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ എല്ലാ ബഹുമാനവും ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ചെറിയവനാണ്, ഞാൻ നിങ്ങളെ ഉപദേശിക്കാനൊന്നും ഞാൻ എന്താ പറയുന്നേ ഒരാളല്ല. എങ്കിലും ഒരു നിങ്ങളുടെ വഴികാട്ടി എന്നുള്ള ഒരു അംഗീകാരം തരുന്നു എന്നുള്ള ആ ഒരു അനുവാദം എടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നത്. വിശേഷ ദേവദാസന്മാരാണല്ലോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ബഹുമാനവും ആദരവും നൽകിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. ദയവ് ചെയ്ത് നമ്മൾ പഠിച്ചത് നമുക്കത് അപ്ലൈ ചെയ്ത് നോക്കാം, ഇത്രയേ ഉള്ളൂ. ഒരു ചലഞ്ചാണ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. അതൊരു ചലഞ്ചാണ്. നമുക്ക് ഈ ഹോമിലറ്റിക്സ് പ്രിൻസിപ്പിൾ ഇന്ന് രാത്രി ഞാനൊരു മെസ്സേജ്, ഒരു ബർത്ത്ഡേക്ക് ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ പ്രിപ്പയർ ചെയ്തതാണ്. പക്ക ഇത് തന്നെ, ഈ ഹോമിലറ്റിക്സ് തന്നെ അപ്ലൈ ചെയ്തത്, ഹോമിലറ്റിക്സ് തന്നെ, വേറെ ഒരു ഇതിലും പോയില്ല. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട്
ഞാനും അത് പ്രാവർത്തികമാക്കാൻ നോക്കുക. കുറച്ചു നാൾ ഞാനത് വിട്ടതാ ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ആരംഭിച്ചതാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ആസ്പദമാക്കിയാണ് ഇന്ന് ഞാൻ പ്രസംഗിച്ചത്. വിസ്ഡം, ദൈവിക ജ്ഞാനം എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഞാനും പഠിക്കുന്നു. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ അപ്പം ഈ ഒരു ഹോമിലറ്റിക്സ് നമ്മൾ പഠിച്ച കാര്യമെങ്കിലും ഒരു പരീക്ഷണാർത്ഥം അപ്ലൈ ചെയ്യാൻ ഉള്ള ഒരു ആഹ്വാനം തരികയാണ്. എന്തെങ്കിലും ഇതിനകത്ത് ഒരു കമന്റ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് പ്രസംഗിച്ചവർക്ക് ആഡ് ചെയ്യാം, കുഴപ്പമില്ല. എന്തെങ്കിലും പോയോ? ഇത് പ്രസംഗിച്ചവർക്ക് എന്തെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യും. പ്രസംഗം മോശമല്ല, പ്രസംഗം നല്ലതാണ്. പ്രസംഗം എല്ലാവരുടെയും പ്രസംഗവും ആശയവും കാമ്പും കഴമ്പുമുള്ള പ്രസംഗം തന്നെയാണ്. അതിനകത്ത് തർക്കമൊന്നും ഇല്ലാത്ത കാര്യമാണ്. അതല്ല നമ്മുടെ മോട്ടീവ് അതല്ല. പ്രസംഗം നമ്മൾ പഠിച്ച ഹോമിലറ്റിക്സ് അതിൽ നമുക്കൊന്ന് സ്ട്രക്ചർ ചെയ്യാൻ മാത്രമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. അല്ലാതെ വേറെ ഒന്നുമല്ല. പ്രസംഗം എല്ലാവരും നല്ലപോലെ ക്ലാസ് എടുക്കുന്നവരാണ്, എല്ലാവരും നല്ലപോലെ പ്രസംഗിക്കുന്നവരാണ്. പ്രത്യേകിച്ച് നല്ല ദൈവത്തിന്റെ പാണ്ഡിത്യമുള്ളവരുമാണ്. അത് നമുക്ക് ഔട്ട്പുട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം. കാര്യം ചെറിയ ആൾക്കാരല്ല, പക്ഷെ അത് നമുക്കൊന്ന് ഓർഡർ ആക്കാൻ വേണ്ടിയുള്ള ഒരു ചലഞ്ച് മാത്രമാണ് ഞാൻ അത് പറഞ്ഞത്. അതല്ലാതെ ആരും ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട ആ വിഷയത്തിൽ. അത് പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞങ്ങൾക്ക് കേൾക്കാനും ആഗ്രഹമുണ്ട്. ആ ഒരൊറ്റ കാര്യമുള്ളൂ. എൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗം ഞാൻ ടൈപ്പ് ചെയ്ത മെസ്സേജ് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാം ഏതെങ്കിലും ഗ്രൂപ്പിനകത്ത്. അത് സാറിന് ഇട്ടേക്കാം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടേക്ക്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി ഒരു എക്സാമ്പിൾ. അതിന്റെ മലയാളം പരിഭാഷപ്പെടുത്തിക്കൊണ്ട് മലയാളം ഇല്ല എൻ്റെ കയ്യിൽ. ഇല്ല, മലയാളം ആണെന്നുണ്ടെങ്കിൽ ഇനി മലയാളം ഉണ്ടാക്കണം. അത് വലിയ പണിയാണ്. ദയവായിട്ട് എഴുതി പ്രിപ്പയർ ചെയ്ത് വായിച്ചാലും മതിയായിരുന്നു. ഇത് നമ്മൾ ചർച്ചിൽ പ്രസംഗിക്കുന്ന പോലെ ഒരു ശൈലിയിലേക്ക് വന്നു. സാക്ഷ്യത്തിന്റെയും സങ്കീർത്തന പ്രബോധനവും ഒക്കെ ഒരു ശൈലിയിലേക്ക് വന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഹോമിലറ്റിക്സാ. ഓക്കെ, താങ്ക് യു. ഓവർ ടു യു സാർ. ആർക്കൊന്നും ഒരു മിനിറ്റ്.